ഇപ്പം നേരത്തെ പറഞ്ഞ പോലെയാണ്, റഫീഖ് ഭായി നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തലേന്ന് കുറച്ച് NOCയുടെ ഡിലേ കാരണം നമുക്ക് തിയേറ്റേഴ്സ് കംപ്ലീറ്റ്ലി നമുക്ക് പിടിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. നമുക്ക് നമുക്ക് ഇറക്കാമെന്ന് പറഞ്ഞു വെച്ചിരുന്ന തിയേറ്റേഴ്സിൽ പോലും നമുക്ക് പടത്തിന്റെ ലൈസൻസിങ് അങ്ങനെ കുറച്ച് ടെക്നിക്കൽ ഡിഫിക്കൽറ്റീസ് എത്തിക്കാൻ പറ്റിയില്ല. അതിന് കാരണം നമുക്ക് വളരെ വൈകി കിട്ടിയ സെൻസർ സർട്ടിഫിക്കറ്റ് ആണ്. പക്ഷെ നമുക്ക് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമുക്ക് ഇന്നലെ നമുക്ക് പറ്റുന്നത്ര തിയേറ്റേഴ്സിൽ സിനിമ ഇറക്കിയ എല്ലാ സ്റ്റേഷനിലും ഞാനിപ്പോൾ പേഴ്സണലി കുറച്ച് സ്ഥലത്ത് തിയേറ്റർ വിസിറ്റിനും പോയിരുന്നു. അവിടെ എനിക്ക് നല്ല റെസ്പോൺസ് കിട്ടി. കാണാൻ കഴിയുന്നത് വളരെ നല്ല കാര്യങ്ങളാണ്. അത് കൂടുതലായിട്ട് ഇന്നിപ്പോൾ പറഞ്ഞ പോലെ 10 തിയേറ്റേഴ്സ് ഇന്ന് കൂടിയിട്ടുണ്ട്. നമുക്ക് ഫ്രൈഡേ വരെയാണല്ലോ എല്ലാ പടത്തിന്റെ എഗ്രിമെന്റ്സ്. അപ്പോൾ നാളെ മുതൽ കുറച്ചും കൂടെ തിയേറ്റേഴ്സ് കൂടുന്നുണ്ട്. ഇന്ന് കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 35 ഷോയാണ് എക്സ്ട്രാ കയറിയിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ആയിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഇത് കൂടുതലും പ്രേക്ഷകരിലേക്ക് എത്തി കാണാത്ത ഒരു സിനിമ കണ്ട് തിയേറ്ററിൽ ആസ്വദിക്കാവുന്ന എല്ലാ മെറ്റീരിയലുള്ള അത്യാവശ്യം നല്ല കളർഫുൾ ആയിട്ടാണ് അത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ പറഞ്ഞ പോലെ ഇതിനകത്തൊരു മെസ്സേജ് ഉണ്ട്. അത് എല്ലാ കാലത്തും റെലവെന്റ് ആയൊരു മെസ്സേജ് ആണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെല്ലാവരും ജനങ്ങൾ കണ്ടിട്ടാണ് ഇനി ബാക്കി പറയേണ്ടത്. നമ്മളെ പറ്റി പറയുന്നതിനേക്കാളും കണ്ട ജനങ്ങളും കാണുന്ന പ്രേക്ഷകന്റെയാണ് സിനിമ. നമ്മൾ സിനിമ ചെയ്യുന്നവരെ നമ്മളുടെ കയ്യിലുള്ളൂ. അത് കഴിഞ്ഞ് പ്രേക്ഷകർ തീരുമാനിക്കുന്നതാണ് സിനിമയുടെ എന്ത്. സോ കൂടുതലായിട്ട് ആൾക്കാരിലേക്ക് എത്തിക്കാനും സിനിമ ഇറങ്ങിയത് അറിയിക്കാനും കൂടിയാണ് നമ്മൾ ഈ പ്രസ് മീറ്റിന് വരാനുള്ള കാരണം. സോ എന്തായാലും വളരെ സന്തോഷം. ഇനി സാക്ഷി Hello. I really hope that you all are enjoying the film. I was not in Kochi yesterday, but I've seen Shane visiting theaters and people have been responding really well. I'm really happy. This is my first love story and people are positively responding to it. So we really hope that over the weekend more and more people will come and watch Hal because they will spread honest reviews and everyone has worked really hard on it. So it just feels very grateful and very overwhelming to see such a positive response from Malayalam people. Thank you. സിനിമയെ കുറിച്ച് പറയാനുള്ള എല്ലാ കാര്യങ്ങളും റഫീഖ് ഭായും ഷെയ്നും നിഷാദും ഒക്കെ സംസാരിച്ചു. ഓരോ കാലഘട്ടത്തിനും അനിവാര്യമായ സിനിമ അല്ലെന്നുണ്ടെങ്കിൽ ഓരോ കാലഘട്ടത്തിനും ഷെയ്ൻ ഉപയോഗിച്ച വാക്ക് കടമെടുക്കുന്ന റെലവെന്റ് ആയിട്ടുള്ള സിനിമ എന്ന് പറയുന്നതാണ് ഒരു കാലഘട്ടത്തിന്റെ ആവശ്യം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അങ്ങനെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമാറ്റിക്കലി തടസ്സങ്ങൾ വരിക എന്നുള്ളത് അതും അതിന്റെ ഭാഗമാണ്. അങ്ങനെ ഒരുപാട് കോടതി വിധികൾ, അതിന്റെ ഒരു വ്യക്തമായിട്ട് റിലീസ് ഡേറ്റ് പരിധി നടക്കുന്ന ഒരു പ്രൊഡ്യൂസർ അടങ്ങിയ ഒരു ടീം, അതിന്റെ കറക്റ്റ് ഏത് സമയത്ത് ആര് കൊണ്ട് കേസ് കൊടുക്കും, പിന്നെ ആര് അപ്പീല് പോകും, ഈ അപ്പീലിൽ നമുക്ക് എങ്ങനെ നമ്മളെ തരണം ചെയ്യാം. വക്കീൽ ഓഫീസ് നമ്മൾ കൊണ്ട് ശ്രീനേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഒരിടത്ത് പാല് കാച്ചൽ എന്ന് പറഞ്ഞതിന് അത്രയും ബുദ്ധിമുട്ടി ഇറക്കിയൊരു സിനിമയാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും പ്രേക്ഷകൻ അറിയേണ്ട ആവശ്യമില്ല. ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് എന്താണത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കടമെടുത്താൽ മതി വരും. പക്ഷെ ഇന്നലെ ഷെയ്നോടൊപ്പം പല തിയേറ്ററിലും പോയി കഴിഞ്ഞപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ട്, പിന്നെ അവരെയൊന്നും അഭിനയിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരും വളരെ ചിരിച്ച് അങ്ങനെ എല്ലാവരും ആർട്ടിസ്റ്റായിട്ട് മാറാൻ പറ്റുമല്ലോ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ ഈ ഷെയ്ന് ഉള്ള പ്ലസും മൈനസും എന്ന് വെച്ചാൽ എനിക്ക് തോന്നിയുള്ളത് ഇടിച്ചു കയറി അങ്ങനെ എന്താ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറയൂ എന്നൊന്നും പറയാനുള്ള അങ്ങനെയൊന്നും മച്ചാൻ അറിഞ്ഞൂടാ. മച്ചാനെ കുമ്പളിങ്ങനെ അടിച്ചത് ബോണിയുടെ വേറൊരു പകർപ്പാണ്. ബോണിയല്ല ബോബി. അപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് നല്ല സിനിമകൾ കണ്ടവരൊക്കെ പറഞ്ഞത്. പിന്നെ ഒരു 35 ഷോസ് അഡീഷണൽ കിട്ടുക എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് വർദ്ധിക്കാൻ പറ്റില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് കയറിയാലേ പറ്റും. എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഒക്കെ ഇന്ന് മുതൽ ഈ ആഴ്ച മുതൽ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നു. അത് കൂടുതൽ കളക്ഷനിലോട്ട്, കൂടുതൽ ഫുട്ഫോൾസിലോട്ട് മാറി ബാക്കിയുള്ള വിജയിച്ച സിനിമകളോടൊപ്പം തന്നെ നമ്മുടെ പടവും കൂടി അന്ന് ഈ ക്രിസ്മസ് ന്യൂ ഇയറും വളരെ ഹാപ്പി ആയിട്ട് മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നു പ്രതീക്ഷിക്കുന്നു. നമസ്കാരം, എൻ്റെ പേര് നന്ദോപൻ. ഈ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറാണ്. എൻ്റെ ഫസ്റ്റ് പടമാണ്. അപ്പോൾ
ഇന്നലെ തിയേറ്റർ വിസിറ്റ് ചെയ്തപ്പോൾ വളരെയധികം നല്ല നല്ല റെസ്പോൺസസ് കിട്ടി, നല്ല സന്തോഷം തോന്നി. നല്ലൊരു റൊമാൻറ്റിക് എൻ്റർടൈനറാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് മുന്നോട്ട് പോകുള്ളൂ. എനിക്ക് അധികമൊന്നും പറയാനില്ല, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പ്രതിസന്ധിയിൽ നിന്നാണ് ഈ സിനിമ ഇന്നലെ റിലീസായത്. അപ്പോൾ തിയേറ്റർ വിസിറ്റിലൊക്കെ പോയപ്പോൾ തന്നെ അവിടെ ഇന്നലെ ചെന്നപ്പോൾ തന്നെ അവർ പറഞ്ഞ കാര്യം, പലരും പറയാൻ മടിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞ് കാണിച്ചു തന്നു എന്നുള്ളതാണ്. വളരെയധികം സന്തോഷം തോന്നി. അപ്പോൾ എല്ലാവരും നല്ല റെസ്പോൺസാണ് പറയുന്നത്. ഒരു നല്ല സിനിമയുടെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ, എന്നെ ഈ സിനിമയിൽ തിരഞ്ഞെടുത്തതിൽ അവരോട് എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ്. അപ്പോൾ ഇനിയും കാണാത്തവർ സിനിമ കാണുക, കണ്ടവർ കാണാത്തവരോട് കാണാൻ പറയുക. അപ്പോൾ എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളിലാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അപ്പോൾ നന്ദി, നമസ്കാരം. കേരളത്തിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് മാധ്യമങ്ങളുണ്ട്, മാധ്യമ പ്രവർത്തകരുണ്ട്. ഒരു 3-3.5 മാസം ഡെയിലി ഈ കേസിനെ കുറിച്ച് അപ്ഡേറ്റ്, ആ മാധ്യമ ശ്രദ്ധ അറിഞ്ഞു കൊണ്ടായിരിക്കാം നമുക്ക് നല്ലൊരു വിധി വന്നത്. ഇത്രയും ജനശ്രദ്ധയും മാധ്യമശ്രദ്ധയും പിടിച്ചു പറ്റിയ കേസാകുമ്പോൾ വിധി പറച്ചലിനും കുറച്ച് നീതി കൂടാറുണ്ട്. ആ രീതിയിൽ സെൻസർ ബോർഡും കോടതി വിധിയും എല്ലാം ഒരുവിധം ഈ സിനിമക്ക് അനുകൂലമായത് വന്നത് ഇതേമാതിരി എല്ലാ മാധ്യമങ്ങളും, ഈ ഓൺലൈൻ മാധ്യമങ്ങളായിക്കോട്ടെ, ഈ മുഖ്യധാര മാധ്യമങ്ങളായിട്ടുള്ള മീഡിയ വൺ, റിപ്പോർട്ടർ, ഏഷ്യാനെറ്റ് എല്ലാവരും ഒരുപാട് കട്ടക്ക് കൂടെ നിന്നിട്ടാണ് ഞങ്ങളെ വിജയത്തിലേക്ക്, ഈ സിനിമ തിയേറ്ററിൽ എത്തിക്കുന്ന വിജയം അതിലേക്ക് പങ്കുവച്ചതും നയിച്ചതും. അവരെ എല്ലാവർക്കും അക്കമണിഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അതുപോലെ തന്നെ ആ തിയേറ്ററിൽ എത്തിയിട്ട് ഫസ്റ്റ് റെസ്പോൺസ് എന്നുള്ള രീതിയിൽ ഇന്നലെ നടന്ന ഷോകൾ, പല ഷോകളും അറിയാതെ എത്തിപ്പെട്ടവരാണ്. അവരെല്ലാവരും പങ്കുവച്ച റിവ്യൂകൾ പ്രകാരമാണ് ഈ സിനിമ ഇപ്പോൾ നേടിയിട്ടുള്ള ഈ വിജയം. അപ്പോൾ അതിനും ഞാൻ നന്ദി പറയുന്നു. എല്ലാവരും പോയി കാണുക. എഴുതാൻ കാണിച്ച എഴുത്തിനും ഡയറക്ടറിനും അഭിനയിച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പറയാം. സമൂഹത്തിൽ പറയേണ്ട ഒരു കാര്യങ്ങൾ നിങ്ങൾ പച്ചയായി വിളിച്ചു പറഞ്ഞു. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചോളം വലിയ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഞാനൊക്കെ റിപ്പോർട്ടിംഗ് കാലഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്ത കാര്യങ്ങൾ വരെ ഈ സിനിമ തുറന്നു കാണിക്കുന്നുണ്ട്. അത്തരം ഒരു എഴുതുമ്പോൾ മുൻവിധികൾ ഉണ്ടായിരുന്നു. ഈ സിനിമ വരുമ്പോൾ ഇങ്ങനെ ചർച്ച ചെയ്യപ്പെട്ടു. ഒരു സെൻസർ ബോർഡിന്റെ ഒരു കട്ടിങ് ഉണ്ടാവും, പിന്നെ ഒരു പോരാട്ടം വീണ്ടും മുൻവിധി ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. മുസ്ലിം എന്ന നിലയിൽ തന്നെയാണ് താങ്കൾ ഈ സിനിമയിൽ അഭിനയിച്ചത്. ഒരു മറ്റൊരു മത്സരമായിട്ട് അഭിനയിക്കുന്നു. ഒരു മുസ്ലിം നിഷാദ് കോയയാണ് കഥ എഴുതിയത്. അഭിനയിച്ചത് ഷെയ്ൻ നിഗമാണ്, ഡയറക്റ്റ് ചെയ്തത് റഫീഖാണ്. അതും ഒരു മുൻവിധിയായിട്ട് സെൻസർ ബോർഡ് കണ്ടിരുന്നു. ഒന്നാമത് ആ ചോദ്യത്തിൽ തന്നെ ഈ നിഷാദ് കോയ എന്ന് പറയുന്ന സ്ട്രെസ് ഉണ്ട്. ആ സംഭവം തന്നെയാണ് നമ്മൾ ഈ സിനിമയുടെ ഒരു എലമെൻ്റ്. അതായത് ഒരു മുസ്ലിം ആയിക്കൊണ്ട് എനിക്ക് ഈ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളോട് എൻ്റെ വിയോജിപ്പോ അല്ലെങ്കിൽ എൻ്റെ അഭിപ്രായമോ രേഖപ്പെടുത്താൻ, അത് സിനിമയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും എന്താണെങ്കിലും പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ വളരെ പൊരുതി നേടിയൊരു സ്വാതന്ത്ര്യമാണ്. അതിനുശേഷം ഇപ്പോൾ മാധ്യമങ്ങളാണെങ്കിലും സിനിമയാണെങ്കിലും ഒക്കെ ചില കാര്യങ്ങളിൽ നമ്മുടെ സ്വാതന്ത്ര്യത്തെ, അല്ലെങ്കിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ ആണെങ്കിലും കലാകാരന്മാരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനാണെങ്കിലും കടിഞ്ഞാണ്ടുന്ന രീതിയിൽ ചില അധികാര കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്ന നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് അതിനെ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അതിനോട് കലഹിക്കുക, അതിനെതിരെ സിനിമകൾ ചെയ്യുക, അതിനെതിരെ മാധ്യമ പ്രവർത്തനം ചെയ്യുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും. കലയാണെങ്കിലും മാധ്യമ പ്രവർത്തനമാണെങ്കിലും നമ്മൾ ബേസിക് പഠിക്കുന്നത്. അപ്പോൾ അത് എൻ്റെ കടമ ആണ് നമ്മൾ ചെയ്തത്. ഞാൻ ഈ കഥ ഷെയ്നോട് പറയുമ്പോൾ ഷെയ്ൻ പറഞ്ഞു ഇത് നമുക്ക് എന്തായാലും ഉടനടി നമുക്ക് കാര്യങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞു. പിന്നെ റഫീഖും എല്ലാവരും അതിൻ്റെ കൂടെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു നമ്മളുടെ ഒരു ഇനിഷ്യേറ്റീവാണ്. നമ്മൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ ഒരു കമ്മ്യൂണിറ്റി നേരിടുന്ന പ്രശ്നം എന്താണ് എന്ന് തുറന്ന് കാട്ടുക എന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ കളമശ്ശേരി ഒരു സ്ഫോടനം ഉണ്ടായി. അപ്പോൾ നമ്മളുടെ പോലീസുകാർ ആദ്യം തേടി പോയത് ഈ പറഞ്ഞ നിഷാദ് കോയ എന്ന കമ്മ്യൂണിറ്റിയിൽ പെടുന്ന പേരുള്ള ആളുകളാണ്. അതേ സമയത്ത് അതിനെക്കുറിച്ച് കുറച്ചുകൂടി ജെന്യൂനായിട്ട് അന്വേഷിച്ചിട്ടുള്ള ഒരു നടപടി എടുക്കുകയായിരുന്നെങ്കിൽ കുറച്ചും കൂടെ
ആ പ്രതി സ്വയം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ, ആ കേസിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ എത്രയോ ചെറുപ്പക്കാർ ഇന്നും ജയിലിലുണ്ടോ. അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങളാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ കടമയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെ ചെയ്യുന്നതാണ്. മറ്റൊരാളെയും വേദനിപ്പിക്കുന്ന ഒരു ഇതും സിനിമയില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സൂചിപ്പിക്കാവുന്നതാണ്. ഇപ്പോൾ സെൻസർ ബോർഡിൽ നിന്ന് പറഞ്ഞ 19 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ A സർട്ടിഫിക്കറ്റ് തരുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ സിനിമ കണ്ട നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയും കട്ട് ഒഴിവായി എന്നിട്ടും A സർട്ടിഫിക്കറ്റേ തരുള്ളൂ എന്ന് പറയുമ്പോൾ എന്താണ് A സർട്ടിഫിക്കറ്റ് എന്നുള്ള ഈ സിനിമയിലുള്ളത്? അപ്പോൾ എന്തിനാണ് ഇവർ ഭയന്നത്, എന്തിനാണ് ഇവർ ഭയക്കുന്നത് എന്നുള്ള ചോദ്യമാണ് നമുക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ആ ഒരു നമ്മളുടെ കടമ നമ്മൾ ചെയ്യുന്നു. ജനങ്ങൾ സ്വീകരിക്കോ ഇല്ല എന്നുള്ളത് അത് അവർക്കും കൂടെ നമ്മൾ പറഞ്ഞ കാര്യം സ്വീകാര്യമാണെങ്കിൽ അവർ സ്വീകരിക്കും. ഈ സിനിമയുടെ വിഷയമാണ്. കഥ കേട്ടപ്പോൾ തന്നെ ഷെയ്ൻ മനസ്സിലായി കാണുന്നത് എനിക്ക് തോന്നുന്നു. അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമക്കാരൻ എടുക്കുകയും ചെയ്തത്. അപ്പോൾ ഷാഖോട് A സർട്ടിഫിക്കറ്റ് അല്ലേ, സെൻസർ ബോർഡിന് ഇത്ര 16-18 വിട്ടുകിട്ടണമെന്ന് പറയുന്നു. അത് വളരെ പോരാടി ആ കട്ടുകളുടെ എണ്ണം കുറച്ച് ആ ബീഫൊക്കെ വലിയ കട്ട് വേണമെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്ത ആട് തന്നെയാണ്. അടുത്ത ആ ബീഫ് ബിരിയാണി പറയുന്നുണ്ട്. അത് പറയുന്ന രീതിയിൽ വ്യത്യാസപ്പെടുത്തിയോന്ന് എനിക്കറിയില്ല, അത് പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഷൈനി സിനിമയെ കൊണ്ട് എൻ്റെ പേരാണല്ലോ സാറേ വിഷയം റോഡിയോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് നമുക്ക് മനസ്സിലാക്കി തരണം. ആ അത്തരം ഒരു സിനിമ സംസാരിക്കുമ്പോൾ ഷൈനൊരു പേടി ഉണ്ടായിരുന്നു ഈ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത്. ഇത് എന്താകും? ഇല്ല, പേടി ഉണ്ടായിരുന്നില്ല. ആ ചോദിച്ച ചോദ്യം തന്നെയാണ് റോണി ചേട്ടൻ സിനിമയിൽ ചോദിച്ച ചോദ്യം തന്നെയാണ്. എൻ്റെ പേരാണോ പ്രശ്നം? അത് തന്നെയാണ് എനിക്ക് ചോദിക്കുന്നത്. ക്യാരക്ടറൈസ് അതാണ് ആ സിനിമ ബേസിക്കലി പറഞ്ഞു വെക്കുന്ന ഒരു മെസ്സേജ്. ഒരു കുറച്ച് പേര് ചെയ്യുന്ന കാര്യത്തിന് ഒരു സമുദായത്തിന് മൊത്തം ഒരു കണ്ണിൽ കാണുന്നത് എന്തിനാണ് ഈ സിനിമ ചോദിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നമ്മളാരും തിരഞ്ഞെടുത്ത് വന്നിരിക്കുന്ന മതങ്ങളൊന്നുമല്ല. നമ്മളെല്ലാവരും അതാത് സാഹചര്യങ്ങളിൽ ജനിച്ചു വീണു. നമ്മൾ ഓരോ മതങ്ങൾ ഫോളോ ചെയ്യുന്നു. ഈ മതം എന്താണ്? നമുക്ക് ജീവിക്കാനുള്ള ഒരു ഡിസിപ്ലിൻ മാത്രമാണ്. അതിൻ്റെ പേരിൽ, അതായത് നമുക്ക് ചിട്ടകൾ വേണം ജീവിക്കാൻ. അതിനെ നമ്മൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ നരകത്തിൽ പോകും എന്ന് പറഞ്ഞതിൻ്റെ പേരിലെങ്കിലും ഒരു സമൂഹം നല്ല രീതിയിൽ നടക്കട്ടെ എന്ന് ഓർത്തിട്ടായിരിക്കും പണ്ടായിരിക്കും മതം ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊന്നും ഇതിൻ്റെ പേരിൽ, അതായത് നമ്മൾ പോലും തിരഞ്ഞെടുക്കേണ്ട നമ്മൾ ജനിച്ചു വീണ മതത്തിൻ്റെ പേരിൽ എന്തിനാണ് ഓരോരുത്തരെ മാറ്റി നിർത്തുന്നത്? അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് അത് പറയുന്നത്? അത് ഓരോ സമൂഹത്തിനും, ഇപ്പോൾ ഒരു സമൂഹത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സമൂഹത്തിനും ബാധകമാണ്. പല രീതിയിൽ പല വിഷയങ്ങളാണ് അതിലൂടെ നമുക്ക് പറയാനുള്ളത്. അത് തന്നെ സിനിമയിൽ ആ ഒരു എന്റർടൈൻമെന്റ് ഫോർമാറ്റിൽ നിന്നുകൊണ്ടിട്ട് ഇപ്പം ഞാൻ പറയട്ടെ, ഇതൊരു സീരിയസ് ആയിട്ടുള്ളൊരു ഡ്രാമയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇതിനകത്ത് പാട്ട്, ഡാൻസ്, ലവ് സ്റ്റോറി ഇതെല്ലാം ഉള്ളൊരു സിനിമയിലാണ് ഈ ഒരു ആശയം നമ്മൾ പറഞ്ഞു വെക്കുന്നത്. എനിക്ക് തോന്നുന്നത് അത് റെലവെന്റ് ആണെന്ന് തന്നെയാണ് അങ്ങനെയില്ല. എല്ലാ സീനും നല്ലതായിരുന്നു. ഇന്നൊരു സീനിന് എടുത്ത് പറയാനായിട്ടില്ല. എനിക്ക് ടോട്ടലി എനിക്കൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്പോയിലറായി പോകും. കാണാത്ത ആൾക്കാർക്ക് അല്ലെ, സിനിമ കണ്ടവർക്ക് അല്ലെ, കാണാത്തവർക്ക് ചിലപ്പോൾ ഞാൻ സീനുകളൊക്കെ എങ്ങനെ എന്തെങ്കിലും പറഞ്ഞാൽ, പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലാണല്ലോ കൂടുതൽ സിനിമയുള്ളത്. ഫസ്റ്റ് ഹാഫ് ഇതിന്റെ സെറ്റിംഗ് അപ്പ് മാത്രമാണ്. ഇവര് സ്നേഹിച്ച് ഒളിച്ചോടിയാൽ മാത്രം നടക്കുന്നൊരു കഥയാണ്. അല്ലെങ്കിൽ ഈ കഥ നടക്കില്ല. അപ്പൊ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാനുള്ള ഒരു ഫസ്റ്റ് ഹാഫ്. പിന്നെ സെക്കൻഡ് ഹാഫിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു, ഇവർക്ക് എന്തെല്ലാം നേരിടേണ്ടി വന്നു, ലാസ്റ്റ് ഇത് എങ്ങനെ അവസാനിക്കുന്നതാണ്. അതെ അതെ അതെ, ഇതൊരു എല്ലാവരുടെയും ഒരു ടീം വർക്കാണ്. നല്ലൊരു പ്രോഡക്റ്റിന് എല്ലാ മേഖലയും നല്ല രീതിയിൽ അവരുടെ ബെസ്റ്റ് കൊടുത്താൽ മാത്രമേ നല്ലൊരു സിനിമ ഉണ്ടാവുള്ളൂ എന്നാണ്. എല്ലാവരുടെയും ബെസ്റ്റ് ഉണ്ട്. ഇന്നലെ സിനിമ കണ്ടായിരുന്നു. താങ്ക് യു. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഇത്രയും നിയമ പോരാട്ടം കഴിഞ്ഞിട്ട് വന്നെങ്കിൽ ഇത്രയും നിയമ പോരാട്ടങ്ങൾ കഴിഞ്ഞ് വന്നെങ്കിൽ പോലും ഇപ്പം പണ്ടത്തെ സിനിമ പറഞ്ഞ പോലെ ഓരോന്നിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്നത് പോലെ ഈ സമയത്തിൽ ഇറങ്ങേണ്ട ഒരു സിനിമയായിട്ട് തോന്നി. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇൻസിഡൻസുകൾ അത് സൂചിപ്പിക്കുന്നുണ്ട്. കാരണം ക്രിസ്മസ് റിലേറ്റഡ് പല സ്ഥലങ്ങളിൽ നടന്ന, ആരാധനാലയങ്ങളിൽ നടന്ന പല ക്രൈമുകൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പറയുന്നത് ഈ കാസ്റ്റ് പൊളിറ്റിക്സും റിലീജിയൻ പൊളിറ്റിക്സും ഉണ്ട്. അത് മാറ്റാൻ പറ്റത്തില്ല. അതിൻ്റെ പേര് അധികാരം ഉണ്ടെങ്കിൽ എന്തുവാകാം എന്നൊരു ഇതുകൂടെ ഉണ്ട്.
ഈ സിനിമയിൽ അത് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും സ്ട്രഗിളിന് ശേഷം അല്ലെങ്കിൽ ഇത്രയും ഫൈറ്റ് ചെയ്തതിന് ശേഷവും ഇത് ആളുകളുടെ റെസ്പോൺസ് കാണുമ്പോൾ ഉണ്ടാവുന്നില്ല. ചിലർ നല്ലത് പറയും, ചിലത് മോശം പറയും. അതൊക്കെ സ്വാഭാവികമല്ലേ, എല്ലാവർക്കും എല്ലാ പടങ്ങളും അത് അവരവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങളാണ്. നമ്മൾക്ക് ഇഷ്ടപ്പെട്ട കഥ നമ്മൾ ചെയ്തു, അത് ഇഷ്ടപ്പെട്ട, പിന്നെ മെജോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത്. മെജോറിറ്റി എനിക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്നെ കാണാൻ പറ്റുന്നത് തിയേറ്ററിൽ നിന്ന്. അല്ലെങ്കിൽ ഞാൻ കണ്ട കാര്യം പിന്നെ എൻ്റെ പേഴ്സണലി ഉള്ള ഇൻസ്റ്റാഗ്രാമിൽ നിന്നോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ നിന്നല്ല എനിക്ക് നല്ല രീതിയിൽ മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുക, കണ്ടവരുടെ അഭിപ്രായങ്ങൾ. അതൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. വാട്ട് സിറ്റുവേഷൻ ഉണ്ടാവും, പക്ഷെ നമ്മൾക്കതൊരു, ഞങ്ങളതിനെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ശരിക്കും ഇപ്പോൾ കാണുന്ന മനുഷ്യനെ കൈ കൊടുക്കാതെ കാണാത്ത ദൈവത്തെ കൈ തൊടണമെന്ന് പഠിപ്പിക്കുന്ന ഒരു സമൂഹത്തിലേക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഏകദേശം കേരളം അതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ശരിക്കും കേരളത്തിലെ കാര്യം അറിയില്ലല്ലോ, റായ്പൂര് കുറെ ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് ഇടിയിട്ടുണ്ട്. ഇപ്പൊ പാലക്കാട് ജീവനുള്ള അപ്പൂപ്പന്മാർക്കല്ല, ജീവനില്ലാത്ത അപ്പൂപ്പന്മാർക്കാണ് കൂടുതൽ കിട്ടിയത്. പാലക്കാട് കിട്ടിയിട്ടുണ്ട്. അത് കുട്ടികളൊക്കെ എത്തിയിട്ടില്ല, അതെ എത്തിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ശരിക്കും ശ്രദ്ധിച്ച് കണ്ടു നടക്കുക. അതെ, കലോത്സവത്തിനൊപ്പം ശ്രദ്ധിക്കുക. ഇവിടുന്നാണ് ഇരട്ടത്ത് കൂമ്പലടി കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു കൊണ്ട് കാര്യം മാധ്യമം ഒന്നും പറയാൻ പോലും പറ്റില്ല. ബാക്കി കിട്ടിയപ്പോ പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങൾ നടക്കുമ്പോഴും നമുക്ക് പറഞ്ഞ ഒരു സിനിമ ഇപ്പൊ ഒരു എല്ലാത്തിനും സുപ്പീരിയർ പറഞ്ഞ അധികാരമാണ്, പവറാണ് പറയുന്നത്. പവർ ഉള്ളത് എന്തും ആകാം, ഞാനാണ് അധികാരത്തിൽ എന്തും ആകാം എന്നൊരിത്. ഇപ്പൊ നേരത്തെ സിനിമ എന്ന് പറയുന്നത് തെറ്റാണെങ്കിൽ തെറ്റെന്ന് ചൂണ്ടിക്കാണിക്കാനും അത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യാനുണ്ട്. ഇന്നത് തെറ്റെന്ന് പറഞ്ഞാൽ പോലും എന്റെ ജീവന് ആപത്താണ് അല്ലെങ്കിൽ എനിക്ക് ചുറ്റുമുള്ളവർക്ക് ആപത്താണ് എന്നൊരു ലെവലിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ പറയാൻ പോലും മടിക്കുകയാണ് ചെയ്യുന്നത്. ഒരു ചോദ്യത്തിനകത്ത് 10 ചോദ്യം വയ്ക്കലാണ് പ്രോസസ് ചെയ്തിട്ടില്ല. കിട്ടുന്നില്ല കുഴി ചാടിക്കില്ല പ്ലീസ്. റോണി ചേട്ടന്റെ പെർസ്പെക്റ്റീവില് ഇപ്പൊ ഈ സിനിമ ഈ സിനിമ തന്നെ എടുത്തു, ഇത്രയും ഫൈറ്റ് ചെയ്തിട്ട് ആളുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോഴും അതിനകത്ത് ചില സീനുകളുണ്ട്, അല്ലെങ്കിൽ രാഗയുടെ ഇത് എടുത്ത് പറയുന്നത് ഒരു പ്രത്യേക സമുദായത്തെ അല്ലെങ്കിൽ അവരെ കാണിച്ചിട്ടുണ്ട്, അവരുടെ എന്താണെന്ന് കാണിക്കുക ചെയ്യും. അത് നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ആളുകൾക്ക് ഉണ്ടാക്കുന്ന ഒരു റിസൾട്ട് ഉണ്ടല്ലോ, ഇത് എത്തിച്ചിട്ടും ഇങ്ങനെയാണ് ആളുകൾ അക്സെപ്റ്റ് ചെയ്യുന്നത് എന്നെപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇന്നലെ പടം ഇറങ്ങിയിട്ടല്ലോ, ഇപ്പൊ എക്സെപ്റ്റ് ചെയ്തതിനിപ്പോ ഓരോ തിയേറ്ററിലും 4 ഷോ വെച്ചല്ലേ കഴിഞ്ഞിട്ടുള്ളൂ. ഇന്നലെ കഴിഞ്ഞ ഷോസ് ഒക്കെ വളരെ പോസിറ്റീവാണ്. അതിനിപ്പോ ഈ പറഞ്ഞ തന്നെ വീക്കെൻഡിലോട്ട് എത്തുമ്പോൾ കൂടുതൽ ആൾക്കാരിലോട്ട് എത്തി. ആ പടത്തിനകത്ത് ഒരു പോസിറ്റീവ് മെസ്സേജ് ഉണ്ട്, ഒരു സംശയമില്ല. പിന്നെ നമ്മൾ ചുറ്റുപാടും നടക്കുന്ന എല്ലാം നമ്മൾ നോക്കിയിട്ടൊരു കലാകാരൻ ഒരിക്കലും സിനിമകൾ എഴുതാനോ അല്ലെന്നുണ്ടെങ്കിൽ സംവിധാനം ചെയ്യാനോ അഭിനയിക്കാനോ പറ്റില്ല. കലാകാരൻ എന്ന് പറയുന്നത് ഏത് ആസ്പെക്റ്റിലാണെന്നുണ്ടെങ്കിൽ ഇതൊരു ടീം, നേരത്തെ പറഞ്ഞതിന് ടീം വർക്കാണ്. ഒരാൾ കഥ എഴുതുന്നു, അതിന്റെ ഫൗണ്ടേഷൻ ചെയ്യുന്നു, അതിനുശേഷം പല പല ഡിപ്പാർട്ട്മെന്റിലെ ആൾക്കാർ കൂടി ചേർന്ന് അതിനെ എന്താ പറയുക ഒരു ടീമായി മാറി അത് നമ്മൾ ഷൂട്ട് ചെയ്ത് നമ്മൾ എത്തിക്കുമ്പോഴേക്കും എത്രയോ വിഭാഗം ആൾക്കാർ വർക്ക് ചെയ്തു. അത് എടുക്കുന്നത് പിന്നെ പ്രേക്ഷകൻ എങ്ങനെ എടുക്കുന്നു എന്നുള്ളത് പൂർണ്ണമായിട്ടും അവന്റെ വിവേചന ബുദ്ധിയും അവന്റെ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള അവന്റെ എന്താ പറയാ ഒരു പുള്ളി അത് ഡിസൈഡ് ചെയ്യണം. ആ പടം ഇഷ്ടപ്പെടാൻ കണ്ടപ്പോൾ അവിടെ കണ്ടിട്ടുള്ളത് ഏകദേശം നമ്മൾ കണ്ടിട്ടുള്ള എല്ലാവരും വളരെ പോസിറ്റീവ് റെസ്പോണ്ട് ചെയ്തു. നീ സിനിമ കണ്ടു? ഇന്നലെ കണ്ടിയാ ഇത്രയും ചോദ്യം ചോദിച്ചാൽ കണ്ടില്ല എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സിനിമ ഉണ്ട്. ചേട്ടാ ഈ പോക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനി കുറച്ച് നാളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിമയ്ക്ക് ഈ പറഞ്ഞ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എന്ത് ചെയ്യണമെങ്കിലും ആരെങ്കിലും പേടിച്ച് കിടക്കല്ല. അടുത്ത വർഷം നിയമസഭയുണ്ട്, ഇതിന് മുമ്പോട്ട് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കണമല്ലേ. എന്തായാലും അടുത്ത വർഷം ആകുമ്പോഴേക്കും കുറെ കൂടി അപ്പൂപ്പന്മാർക്ക് ക്രിസ്മസ് അപ്പൂപ്പന്മാർക്ക് പപ്പാത്തിക്ക് കിട്ടിയിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ് ഈ പോക്കാണെന്നുണ്ടെങ്കിൽ. പിന്നെ അവിടെയൊക്കെ നമ്മൾ ഗോവ ആ ഭാഗത്തേക്ക് പോയി കഴിഞ്ഞിട്ട് രാത്രി കുർബാനയ്ക്ക് പോയി നല്ല ഇടി കിട്ടും. അതൊക്കെ ഉറപ്പായി. ഇവിടെ കേരളത്തിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കാസർഗോഡ് ട്രിവാൻഡ്രം വരെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി പ്രാർത്ഥിച്ചൊക്കെ നടക്കുക. അല്ലാതെ വേറെ മാർഗമൊന്നും ഞാൻ കാണുന്നില്ല ഇപ്പോഴത്തെ പോക്ക് വെച്ചിട്ട്. എന്തോ ചോദിക്കാൻ വരുന്നവരുണ്ടോ? പിന്നെ ഇതിന്റെയൊക്കെ വലിയ വിമർശനം ഒക്കെ ചെയ്തിട്ടുള്ള ലെജൻഡാണ് ഇപ്പൊ നമുക്ക് പോയത് ശ്രീനേട്ടൻ. ഇപ്പൊ ഇവിടെയുള്ള എല്ലാ പാർട്ടികളെയും അടച്ചാക്ഷേപിച്ച് ചെയ്തൊരു സിനിമയാണ് സന്ദേശം. ഇപ്പൊ 32 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതിന്റെ ട്രോളുകളാണ് പല മീഡിയക്കാരും അതെടുത്ത് യൂസ് ചെയ്യുന്നത്. അപ്പോ ഇന്നായിരുന്നു ആ പടം ഇറങ്ങിയെന്നുണ്ടെങ്കിൽ എവിടേക്ക് എത്ര കട്ട് ഏതൊക്കെ റീലുകൾ എങ്ങനെയൊക്കെ ആയിരുന്നേ എന്നൊക്കെ ഞാൻ ആലോചിക്കുകയാണ്. സാറിന് ഞാൻ അമ്പലത്തിൽ കണ്ടുവന്ന് ശരിയായിട്ടും ചങ്ങരടിച്ചാലോട് ചോദിക്കുന്ന കാര്യം ഞാൻ ആലോചിക്കും. ഇന്നൊക്കെ ആണെങ്കിൽ എന്തായിരുന്നു തന്നെ അല്ലെ? ശരി മതി.
ഒരു അഭിനയിച്ച് കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഏറ്റവും നല്ല അഭിപ്രായങ്ങൾ കിട്ടുക എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നത് ഏറ്റവും ആദ്യത്തെ അഭിപ്രായം എന്ന് പറയുന്നത് തന്നെ കോടതിയുടെ ഭാഗത്തു നിന്നായിരുന്നു. സിനിമ ആസ്വദിച്ചു എന്ന് കോടതി പറഞ്ഞു. ഒരുപക്ഷെ അവർക്ക് കണ്ട് ആ തീരുമാനം എടുത്താൽ മതിയായിരുന്നു. പക്ഷെ അത് ഓപ്പൺ ആയിട്ട് സിനിമ ആസ്വദിച്ചത് അങ്ങനെ തന്നെ പറയേണ്ടി വന്നു. അപ്പൊ അത് പറയിപ്പിക്കാൻ പറ്റിയത് തന്നെ ഈ ടീമിന്റെ ഒരു വലിയൊരു വിജയമായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ എന്നിട്ടും കൂടി അതിനകത്ത് കട്ടുകൾ വരാനുള്ളതിന്റെ ഒരു കാരണം അത് ചിന്തിച്ചായിരുന്നു? അത് നമ്മളെ അഡ്വക്കേറ്റിന്റെ ഭാഗത്ത് നിന്ന് വന്നൊരു മിസ്റ്റേക്കാണ്. കോടതി ഒരു ഭാഗം കട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അഡ്വക്കേറ്റ് ആദ്യം 1 മുതൽ 8 വരെ ഉള്ള കട്ടുകളെ നിർദ്ദേശിച്ചതാണ്. അതിൽ അഡ്വക്കേറ്റ് ആദ്യം വാദിക്കുമ്പോൾ പറയാണ് 1 മുതൽ 4 വരെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. 5ഉം 6ഉം സംസാരിക്കുകയും ചെയ്യാം. അതായത് 1 മുതൽ 4 വരെ ശരിക്ക് ഒരു ചിന്തിക്കാൻ പറ്റാത്ത വിഷയങ്ങളാണ് എഴുതി വെച്ചിട്ടുള്ളത്. അതാണ് സംസാരിച്ചത്. പക്ഷെ കോടതി നോട്ട് ചെയ്തു 1 മുതൽ 4 വരെ ഞങ്ങൾ കട്ട് ചെയ്യാൻ പറ്റില്ല, 5ഉം 6ഉം ഞങ്ങൾ സമ്മതമാണെന്ന് കോടതി നോട്ട് ചെയ്തു. അത് അഡ്വക്കേറ്റ് തിരുത്തി കൊടുക്കാൻ മറന്നുപോയി. അതുകൊണ്ട് ജഡ്ജ്മെന്റിൽ വരെ പറഞ്ഞിട്ടുണ്ട് കക്ഷികൾ സമ്മതിച്ചുകൊണ്ട് 5ഉം 6ന്റെയും മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല. അതായത് ജഡ്ജ്മെന്റ് വന്നത് 5, 6 അതിന്റെ മെറിറ്റിലോട്ട് ഞാൻ കടക്കുന്നില്ല കക്ഷികൾ പറഞ്ഞതുകൊണ്ട്. അപ്പോൾ നമുക്ക് അതിന്റെ മേലെ അപ്പീൽ കോടതി പോകണം. അത് പോകാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് ഈ വിധിക്കെതിരെ കത്തോലിക്ക സഭ അപ്പീൽ പോയത്. അപ്പോൾ വീണ്ടും ഡിലേ ആകുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് പഠിച്ചു. ഒരുപാട് തവണ ഞാൻ ആ വിധി വായിച്ചു നമുക്ക് മനസ്സിലാക്കാൻ പറ്റി ഇതിൽ ഒരു ഐഡിയ കിടപ്പുണ്ട്. ഇത് പുറത്തുവിടാവുന്നതാണ്. കോടതിയിൽ അവർ എഴുതി കൊടുത്ത് ബീഫ് ഈറ്റിംഗ് സീൻ എന്നാണ്. ബീഫ് ഈറ്റിംഗ് സീനാവുക എപ്പോഴാണ്? ഈറ്റിംഗ് എന്ന് പറഞ്ഞ ഭക്ഷണം നമ്മൾ കഴിച്ചിറക്കുമ്പോഴാണ്. അപ്പൊ ഞാൻ കഴിച്ചിറക്കുന്ന ഭാഗം കട്ട് ചെയ്യും. മനസ്സിലായോ? അവർക്കും കോടതി പുതിയ വന്ന് പറയാൻ പറ്റില്ല. ഞാൻ സമ്മതിച്ചാണ് കോടതി സമ്മതിച്ചത്. അപ്പൊ ബീഫ് ഈറ്റിംഗ് സീൻ ആ ഇറക്കുന്നത് കട്ട് ചെയ്തു. പിന്നെ അവർ ആഭ്യന്തര ശത്രുക്കൾ എന്നൊരു വാക്കുണ്ട്. അത് ഞാൻ വളരെ രസകരമായി ഞങ്ങൾ ഡോറ ബുജി എന്നൊരു ക്യാരക്ടർ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. അങ്ങനെ മാറ്റി. ഡോറ ബുജിയെ ഇവിടെ നിരോധിക്കാൻ പറ്റില്ലല്ലോ, ഇല്ലല്ലോ. പിന്നെ ഗണപതി വട്ടം അത് ചിദംബര വട്ടാക്കി. ഇനി ബാക്കി നിങ്ങൾ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കുക. വളരെ ഗംഭീര വലിയൊരു സിനിമ ഒന്നല്ല. ഒരു മതത്തെ ഞങ്ങൾ അനുകൂലിച്ചിട്ടില്ല. ഞങ്ങളിപ്പോ എല്ലാവരും പറയുന്നു ജിഹാദി അല്ലെങ്കിൽ മുസ്ലിംസ്. മുസ്ലിം വിഭാഗം ചെയ്തൊരു തെറ്റാണ് ഇതിൽ എടുത്തു കാണിച്ചിട്ടുള്ള. സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. വളരെ നർമ്മത്തിലൂടെ ഞങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആ മുസ്ലിം വിഭാഗം ചെയ്ത തെറ്റ് പറഞ്ഞിട്ടില്ലേ? ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെ മുസ്ലിം വിഭാഗത്തിന്റെ സിനിമ ആവുന്നത്? ഇത് മുസ്ലിം മത തീവ്രവാദത്തിനെതിരെ ഈ 2 മണിക്കൂറിൽ പറയാൻ പറ്റില്ല, പറയാൻ പറ്റും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വേറൊരു സീരിയൽ അല്ലെങ്കിൽ വെബ് സീരീസ് പോലെ എടുക്കണം എല്ലാ വിഷയങ്ങളും പറഞ്ഞ്. ഞങ്ങൾക്ക് പറയാൻ പറ്റുന്ന സാധനം ഒരു എന്റർടൈനറിൽ ഞങ്ങൾ 1 or 2 മെസ്സേജ് ആക്കി ഞങ്ങളത് നമുക്ക് പറയേണ്ട കാര്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ഒരു സെൻസർ ബോർഡിനോ ഒരു കോടതിക്കോ ആർക്കും വെട്ടേണ്ടി വന്നിട്ടില്ല. വെട്ടണമെന്ന് ഒരാളും തീരുമാനം എടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടില്ല. ജഡ്ജ്മെന്റ് ഈ സിനിമ കണ്ട് വളരെ നല്ല സിനിമ എന്ന ഞങ്ങൾ ഈ കട്ട് ചെയ്ത് ഞങ്ങൾ ചെറിയ മാറ്റം വരുത്തിയപ്പോൾ വേഷനാണ് ലാസ്റ്റ് ജഡ്ജ്മെന്റ് കാണിച്ചു കൊടുത്തത്. ഇനി ഒന്നും ചെയ്യേണ്ട, ഒരു കട്ടുകൾ മാറ്റാനോ കൂട്ടിച്ചേർക്കാനോ ആവശ്യമില്ലാത്ത സിനിമ എന്നാണ് അവസാന വിധി വന്നത്. പറഞ്ഞിരുന്നു നമ്മളെ ക്രൂ മെമ്പേഴ്സൊക്കെ പറഞ്ഞിരുന്നത് പാസ്സാവില്ല, ബീഫ് പ്രശ്നമാണ്. പിന്നെ അതുപോലെ തന്നെ രാഗി ബ്ലർ ചെയ്യാൻ ബ്ലർ ചെയ്തതൊന്നും ജീവിതത്തിൽ ആരും മാറ്റി പറ്റില്ല. എന്തെങ്കിലും നമ്മളെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നങ്ങൾ തുറച്ചു വായിക്കാൻ പറ്റും ഇല്ല. അപ്പൊ ബ്ലർ ചെയ്യാനാ പറഞ്ഞു, ഒഴിവാക്കാൻ പറഞ്ഞിട്ടില്ല. അപ്പൊ ഞങ്ങളിവിടെ ബ്ലർ ചെയ്തിട്ടുണ്ട്. ശരിക്കും സെൻസർ ബോർഡിൽ എന്തായിരുന്നു, അതായത് പ്രത്യേകിച്ച് ഒരാളാണോ അതോ എല്ലാവരും ഒരുമിച്ചാണോ പറഞ്ഞത് ഈ സിനിമ എങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ ഇത് ഇത്ര കട്ട് വേണം, ഇത് ഇങ്ങനെ അവതരിപ്പിക്കരുത് എന്ന് പറയാൻ? അത് അവര് അറിയില്ല. അവര് ഒരു
ബോർഡിൻ്റെ തീരുമാനം നമ്മൾ എല്ലാവരും മുന്നിൽ വെച്ചിട്ടുള്ള ചർച്ച ചെയ്യും. അവർ തീരുമാനം എടുത്തിട്ട് അതൊരു തീരുമാനമാക്കിയ ശേഷം നമ്മളെ അകത്തോട്ട് വിളിക്കുക ചെയ്യും. എന്നിട്ട് ആ തീരുമാനം നമ്മളോട് പറയും. അവർ പറഞ്ഞ തീരുമാനങ്ങൾക്ക് ഒരുപാട് കൂടുതലായിരുന്നു. ഇതിലത്തെ ഒരു റാപ്പിൻ്റെ വരികൾ മാറ്റാൻ പറഞ്ഞിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മതവിഭാഗത്തെ പെൺകുട്ടിയെ വേറെ മതവിഭാഗം കല്യാണം കഴിക്കാൻ പാടില്ല. പിന്നെ ആ പെൺകുട്ടി നായകൻ്റെ കൂടെ ബൈക്കുമ്പോൾ പോകുമ്പോൾ എങ്ങനെ ആ നായകൻ വേറെ സമുദായത്തിൽപ്പെട്ടവല്ലേ, ആ സമുദായത്തിൽപ്പെട്ടവൻ്റെ കൂടെ എങ്ങനെ ഞങ്ങൾ ബൈക്കിൽ ഇരിക്കാന്ന് വരെ അവരുടെ പെറ്റീഷനിലുണ്ട്. അല്ല ഇനി ഇതൊരു ഈ സിനിമ മലയാള സിനിമയിൽ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് ഒരു വിധിക്ക് വേണ്ടിയിട്ട് ഇനി സെൻസറിന് ആര് കേസുമായിട്ട് പോയാലും ഇപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയ ഒരു വിധി ഹാലിൻ്റെ വിധിയാണ്. ഈ വിധി എടുത്തിട്ടായിരിക്കും ഇനി എല്ലാ സിനിമക്കും ഒരു റെഫറൻസ് ആയിട്ട് വെക്കുക. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ പെറ്റീഷൻ കൊടുത്തതിൻ്റെ അവസാനം വരെ പോയത്. ഇനി മറ്റേ ഈ വിധിയിൽ തന്നെ ഉണ്ട്, സെൻസർ ബോർഡിനാണ് ഒരു സിനിമക്ക് പ്രദർശനാനുമതി കൊടുക്കാനുള്ള അവകാശം, സർട്ടിഫിക്കേഷൻ്റെ അവകാശം, U ആണോ A ആണോ 16+ ആണോ. പക്ഷേ ആ അവകാശം ജനങ്ങളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ കടന്നു കയറ്റമായി കാണരുത്. ഞങ്ങൾ കോടതിയുണ്ട് ഇവിടെ എന്നാണ് വിധിയിൽ എഴുതിയിട്ടുള്ളത്. അതായത് ഇത്രയും കാര്യങ്ങൾ നടന്നിട്ടെങ്കിലും അല്ല, അഥവാ സെൻസർ ബോർഡിന് ഇങ്ങനെയൊക്കെ, അതായത് ഒരാൾ ഒരു ചിന്തിക്കാത്ത ലെവലിലൊക്കെ ചിന്തിച്ച് ഇങ്ങനെയൊക്കെ ഒരു പറയാന്ന് പറയുന്നത് വല്ലാത്തൊരു ചിന്തയാണത്. അപ്പം അങ്ങനെയുള്ളപ്പോൾ അവർക്കെതിരെ ഒരു കേസ് കൊടുത്തുകൂടെ? കാരണം ഒരാളെങ്കിലും എതിർത്ത് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ആദ്യത്തെ ഒരു ഇൻസിഡന്റ് അല്ല. ഇതിനു മുമ്പും പല സിനിമകളിലും ഒരു പേരിന്റെ പേരിൽ സെൻസർ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയുടെ പേര് മാറ്റേണ്ടി വന്നിട്ടുണ്ട്, 2-3 പേരുകൾ കഥാപാത്രത്തിന്റെ പേരുകൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ആരുടെയോ എന്തോ തീർപ്പവകാശം എന്ന പോലെ തന്നെയാണ് ഒരു വിഭാഗം ആളുകൾ നമ്മൾ ഒരു കലാകാരന്മാരോടായാലും ശരി ആളുകളോടായാലും പെരുമാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഉള്ളപ്പോൾ ഒരാളെങ്കിലും തിരിച്ച് ഇപ്പോൾ നല്ലൊരു മാറ്റം താങ്കൾ ഒരു ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു മാർക്ക് തന്നെയായിരിക്കും സിനിമ. ഒരാൾ തുടങ്ങുമ്പോൾ ഇനി അടുത്ത ആൾ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടെങ്കിൽ ഒരാൾ ചെയ്തിട്ടുണ്ട്, എൻ്റെ പുറകെ പോകാം എന്നൊരു ധൈര്യമായിരിക്കും അവർക്ക്. അപ്പോൾ താങ്കൾക്ക് ഇത് തിരിച്ച് അവർക്കെതിരെ ഒരു കേസ് കൊടുത്തുകൂടായിരുന്നു? നമ്മൾ അവർക്കെതിരെ കൊടുത്ത കേസാണ് ഇപ്പോൾ നമുക്ക് വിധി അനുകൂലമായത്. ഇതൊരിക്കലും അവർ ചെയ്യുന്ന അവരുടെ തെറ്റല്ല. ഇപ്പോൾ ഒരു ക്രൈം ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് അവർക്കെതിരെ ഒരു കേസ് കൊടുക്കാൻ പറ്റും. ഇത് അവരുടെ അധികാര പരിധി വരുന്ന അധികാരം ദുരുപയോഗം ചെയ്യല. അതിന് ഹയർ അതോറിറ്റിയാണ് ഹൈക്കോടതി. സെൻസർ ബോർഡ് ഒരു പൊതു ബോർഡാണ്. ആ ബോർഡിൻ്റെ അവർക്ക് എടുത്ത തീരുമാനം പൊതുസമൂഹത്തിന് ആക്സെപ്റ്റ് അല്ലെങ്കിൽ അതിന് മുകളിൽ പോകേണ്ടത് നമ്മളാണ്. അതിന് ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളതാണ് കോടതി. അപ്പോൾ ഇത്രയും കാലം ഈ സിനിമ സെൻസർ ബോർഡിൽ നിന്ന് ഇപ്പോൾ നമുക്കൊരാൾ സാമ്പത്തികം തരാണെങ്കിൽ അതൊരു ഫയൽ ചെയ്യാൻ വേണ്ടി 138 അങ്ങനെയൊക്കെ IPCയിലും ഇപ്പോൾ BNSലും ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇന്നവരെ ഇല്ല. സെൻസർ ബോർഡിൽ നിന്ന് വന്നിട്ട് ഒരു അപ്പീൽ പോകാനുള്ള ഒരു ഓപ്ഷൻ ഹൈക്കോടതി ഉണ്ടാകില്ല. അതിനും ഞാൻ ഫയൽ ചെയ്തു. MFA ഒരു നമ്പർ ഇട്ടിട്ട് അതിനും ഹാൽ എന്നുള്ള റെഫറൻസ് ആണ് ഇപ്പോൾ കിടക്കുന്നത്. ഇനിയും ഇത്രയും ബുദ്ധിമുട്ടില്ല. ഇനി സെൻസർ ബോർഡിന്റെ കട്ടുകൾ വന്ന അടുത്ത സിനിമ പ്രവർത്തകർക്ക് മുന്നോട്ട് പോകാൻ. നമ്മൾ കേട്ട് കേൾവി ആ ഒരു സംഭവം എഴുതുമ്പോൾ താങ്കൾക്ക് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, നേരിട്ട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, അതോ ഇത് പറഞ്ഞു കേട്ടതാണ്? പിന്നെ നമ്മള് പൊതുവെ ഈ ഇസ്ലാമോഫോബിയ എന്ന് പറയുന്നൊരു സാധനം നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റിയിൽ പല ആൾക്കാർക്കുണ്ട്. പക്ഷെ നമ്മുടെ കേരളത്തിൽ പൊതുവെ വളരെ സൗഹാർദ്ദത്തിൽ ജീവിക്കുന്ന ആൾക്കാരെ നമുക്ക് അതിന് ശീലമില്ല. എന്നാലും കേരളത്തിന് പുറത്ത് അതിനൊരു നറേറ്റീവ് ഉണ്ട്. അതായത് അങ്ങനെ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ട്. കേരളത്തിന് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് വീട് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവുക, അല്ലെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം നമ്മളുടെ ID പ്രൂഫ് ആണെങ്കിൽ കാര്യങ്ങളാണെങ്കിൽ കുറച്ചധികം ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിൽ. അപ്പം എനിക്ക് സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് പാലാരിവട്ടത്തൊരു ചെരുപ്പിൻ്റെ ഒരു കട ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പർച്ചേസിന് വേണ്ടിയിട്ട് ബോംബെയിലും ഡൽഹിയിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം പനവേൽ സ്റ്റേഷനിൽ വെച്ചിട്ട് എന്നെ ഒരു റൂട്ടീൻ ചെക്കപ്പിൻ്റെ ഭാഗമായിട്ട് പോലീസ് പിടിച്ചു. ബാഗും കാര്യങ്ങളൊക്കെ പരിശോധിച്ചു എൻ്റെ മൊബൈൽ വാങ്ങിച്ചു. അപ്പം ഞാൻ ബോംബെയിൽ പോയപ്പോൾ എടുത്ത താജ് ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്നൊരു ഫോട്ടോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുറച്ച് മുമ്പാണ് താജ് ഹോട്ടലിൽ മറ്റേ ടെററിസ്റ്റ് അറ്റാക്ക് നടന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ ഇതെന്താണ് എന്ന് ചോദിച്ചു. ഞാൻ ഇങ്ങനെ
കേരളത്തിന് വന്നാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ എടുത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ പേര് ചോദിച്ചു, നിഷാദ് കോയ എന്നുള്ള പേര്. അങ്ങനെ ഞാൻ ട്രെയിൻ വന്ന് സ്റ്റേഷനിൽ നിർത്തി ജസ്റ്റ് പാസ് ചെയ്യുന്നതിന് മുമ്പ് മാത്രം ഏകദേശം 1 മണിക്കൂറോളം അവരെന്നെ ചോദ്യം ചെയ്തു. ആ ഒരു മണിക്കൂർ ഞാൻ അനുഭവിച്ച ഒരു സ്ട്രെസ്സും മാനസിക പിരിമുറുക്കവും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവും. അത് നിങ്ങൾക്ക് ആ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച അങ്ങനെ അവസ്ഥയിൽ നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്കത് വളരെ സിമ്പിളായിട്ട് തോന്നാം. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് ഊരാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ATM കാർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ ട്രെയിൻ മിസ്സായിട്ടാണ് ബോംബെയിൽ നിന്ന് പനവേലോട്ട് ടാക്സി വിളിച്ചത്. അപ്പോൾ ഏതെങ്കിലും ATM കൗണ്ടറിൽ നിന്ന് പൈസ എടുക്കാം സ്റ്റേഷനിൽ നിന്നൊക്കെ ഉള്ള, പക്ഷെ അതൊന്നും നടന്നില്ല. ഞാൻ ട്രെയിനിൽ ലാസ്റ്റ് കയറി കഴിഞ്ഞാൽ വലിയൊരു ഭക്ഷണത്തിനുള്ള പൈസ ഇല്ല. ട്രെയിനിൽ വെച്ചിട്ട് എനിക്ക് ഇന്നും അയാളുടെ മുഖം ഓർമ്മയുണ്ട്. അയാളാണ് എനിക്ക് രാത്രിയും രാവിലെയും ഭക്ഷണം വാങ്ങിച്ചു തന്നത്. അയാളൊരു മുസ്ലിം അല്ല, ഒരു ഹിന്ദുവാണ്. പക്ഷെ ആ ദിവസം ഞാൻ എൻ്റെ ജീവിതത്തിൽ മരണം വരെ ഞാൻ മറക്കില്ല. അപ്പം അങ്ങനെയുള്ള അനുഭവങ്ങൾ പലർക്കും ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ കലാകാരന്മാരാകുമ്പോൾ നമ്മൾ സമൂഹത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളാണല്ലോ നമ്മളുടെ സിനിമകളും ഒക്കെ വരിക. അങ്ങനൊരു പ്രചോദനമുണ്ട് ഈ സെയിം അവസ്ഥ എന്നുള്ളത്. ഇപ്പൊ അതിലെ അദ്ദേഹം പറയുന്ന സീൻ തന്നെ പറയാം. ഇപ്പൊ പോലീസ് സ്റ്റേഷൻ നടന്ന സീൻ ഒരാളുടെ പേര് പറയുമ്പോൾ ഓക്കെ എന്ന് പറയുമ്പോൾ മറ്റേ ആളുടെ പേര് പറയുമ്പോൾ അപ്പോൾ നിനക്ക് വല്ല പണിക്ക് പോയിക്കോട്ടെ, പിന്നെയാണ് താങ്കളുടെ പേര് ചോദിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സീൻ. അതായത് അവിടെ ഉണ്ടാകുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. എന്താണ് ഞാൻ ഇവിടെ അടിക്കപ്പെടുകയാണോ അല്ലെങ്കിൽ എന്താ പറയാ അടിച്ചമർത്തപ്പെടുകയാണെന്നൊരു ഫീലിംഗ് ഉണ്ടല്ലോ. തിരിച്ചറിയുന്ന ഒരു സൗഹാർദ്ദത്തിൽ നിന്ന് മതം മാത്രം സൗഹൃദമാകുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഇപ്പം ഒരാളെ നോക്കണമെങ്കിൽ അയാളുടെ പേരും നാളും അയാളുടെ ജാതി മതവും അറിഞ്ഞാൽ മാത്രമേ പരിചയപ്പെട്ട് മുഖത്ത് നോക്കി ഇത് ചിരിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു ഭീകരമായ ഒരു അവസ്ഥയുണ്ട്. അത് ഇതെല്ലാവർക്കും ഇല്ലത്. അതായത് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട എല്ലാവരുടെയും ഞാൻ 90% ആൾക്കാർക്ക് ഇതൊന്നുമില്ല. കുറച്ച് ശതമാനം ഉള്ളൂ. അവര് ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു പാലിനകത്തൊരു തുള്ളി വിഷം വീണ ഞാൻ പാല് കേടാവെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ സിറ്റുവേഷൻ. അപ്പൊ നമ്മള് എല്ലാരെയും അങ്ങനെ പറയാൻ പാടില്ല. ഇഷ്ടം പോലെ ആൾക്കാർ ഈ പറയുന്ന മെസ്സേജ് സപ്പോർട്ട് ചെയ്യുന്ന എത്ര മെസ്സേജസ് എനിക്ക് വന്നോണ്ടിരിക്കുന്നത്. ഞങ്ങളെല്ലാം പറയാൻ ആഗ്രഹിച്ച കാര്യം പറയുന്നത്. അപ്പൊ അതിനർത്ഥം ഒരുപാട് മൈനോറിറ്റിയാണ് എന്നുള്ളതാണ്. അത് പക്ഷെ അത് നമ്മൾ പറയേണ്ട വിഷയമായതുകൊണ്ട് പറഞ്ഞു എന്നുള്ളത്. അതങ്ങനെ നമ്മൾ ഒരിക്കലും അല്ലെ ഒരു ഭയങ്കര അല്ല, എനിക്ക് ആ കഥാപാത്രം ഒരുപാട് പേരെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം, ഒരുപാട് പേര് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അത് ഉണ്ട് ബ്രോ. സൊസൈറ്റിയിൽ അങ്ങനെ പല രീതിയിൽ ഉള്ള ആൾക്കാരുണ്ട്, കാഴ്ചപ്പാടുകളുള്ള ആൾക്കാരുണ്ട്. പക്ഷെ അതൊരു മൈനോറിറ്റിയാണ് ഞാൻ പറയുള്ളൂ. ബാക്കി എല്ലാവർക്കും അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമുക്ക് എല്ലാവർക്കും സ്നേഹിക്കപ്പെടാനും ഒക്കെ തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. അല്ലാണ്ട് അതിനപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെല്ലാം ഒരു പണിക്ക് പോകണതിന് കുടുംബമായിട്ട് നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കാനല്ലേ പൈസയൊക്കെ ഉണ്ടാക്കി. അത് അത്രേ ഉള്ളൂ. ബേസിക്കാണ് നമ്മുടെയൊക്കെ ജീവിതം. അതിന് എല്ലാവർക്കും ഒരേ അല്ല തട്ടല്ലേ. നമ്മൾ ഇതിനല്ലാണ്ട് വ്യത്യസ്തങ്ങളായ മതം എന്ത് കിട്ടാനാ? എന്താണ് എന്താ? ഒന്നുമില്ല ബ്രോ. അത്രേ ഉള്ളൂ. അപ്പൊ നോക്ക്, മതം, ജാതി, കളറ്, രാജ്യം, ഇതെല്ലാം നമ്മൾ ഉണ്ടാക്കിയല്ലേ. ശരിക്കും ജനിച്ച് ഇവിടെ കൊച്ചിനോട് നിങ്ങൾ ഈ കഥ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും മനസ്സിലാവും. ഒരു 3-4 വയസ്സൊക്കെ കഴിയുമ്പോഴല്ലേ നമ്മൾ ഈ സാധനം ഇട്ടിട്ട് കൊടുക്കുമ്പോഴേ ഈ കുട്ടിക്ക് ഇത് മനസ്സിലാവുള്ളൂ. ഈ കുട്ടിക്ക് ഒന്നും കൊടുത്തിട്ട് ഈ കുട്ടിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയുപോലും ഇല്ല. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞല്ല, ഒരു ചവിട്ടുകുട്ടിയുടെ അകത്തുനിന്ന് ഒരു ചെറിയ കൊച്ചിനെ കിട്ടിയ ഒരു കുട്ടീനെ കിട്ടി. അല്ല, കുട്ടീനെ 10 വയസ്സുള്ള ഒരു കുട്ടീനെ കിട്ടണം. അപ്പൊ അതിനെ വളർത്തിയത് പട്ടിക്കുഞ്ഞുങ്ങളാണ് അതിനെ വളർത്തിയത്. ഞാൻ ഒരു പോസ്റ്റ് വായിച്ചതാണ്. പക്ഷെ ആ കുഞ്ഞ് 11ാമത്തെ വയസ്സിൽ നമ്മൾ പോയിട്ട് ആ കൊച്ചിനോട് സംസാരിച്ചപ്പോ ആ കൊച്ചു കുരച്ചു. എന്നാ മനുഷ്യൻ കുരയ്ക്കും. അപ്പൊ ഇതിനെ വളർത്തി കൊണ്ടുവന്ന സ്ഥലത്തു നിന്നാണ് അത് തന്നെയാണ് ഏറ്റവും വലിയ എക്സാമ്പിൾ. നമ്മുടെ എല്ലാവരുടെയും ബേസ്മെന്റ്, നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പകാലത്ത് നമ്മളെ ഫീഡ് ചെയ്ത് കൊടുത്ത കാര്യങ്ങളാണ്. ആ കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ ഭൂമിനെ കാണുന്നുള്ളൂ. അങ്ങനെ ഇൻഫ്ലുവൻസ് അല്ല, ഈ കുട്ടികൾ ഇനി സ്വന്തം മതത്തിൽപ്പെട്ടവരെ മാത്രം പരിഗണിക്കുള്ളൂ എന്ന് പറയുമ്പോൾ ആ ഒരു വിഷയമാണ് അവർക്ക് വേണ്ടത്. എല്ലാ മതത്തിലും ഇപ്പം അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിനെ സ്നേഹിച്ച് അവളെ അന്യമതത്തിൽ തന്നെ ജീവിക്കാൻ അല്ലെങ്കിൽ ഇതര മതത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിച്ചാൽ, ഒരു വീട്ടിൽ 2 മതം ഉണ്ടെങ്കിൽ
വർഗീയത വരും? വർഗീയത വരില്ല. അപ്പൊ വർഗീയത ഉണ്ടെങ്കിലാണ് ഇന്ന് നിലനിൽക്കാൻ പറ്റുള്ളൂ. ഒരു വർഗീയത വിറ്റുകൊണ്ടാണ് ഇവിടെ വോട്ട് ബാങ്കും രാജ്യഭരണങ്ങളും എല്ലാം നടന്നു പോകുന്നത്. ഒരു സമയത്ത് ഇലക്ഷൻ ആകുമ്പോൾ ഒരു വർഗീയത പാർട്ടിയെ കൂട്ടുപിടിക്കുന്നു, ഒരു സമുദായത്തിനെ കൂട്ടുപിടിച്ചിട്ടാണ് വോട്ട് ബാങ്കിലാണ് എല്ലാം നടക്കുന്നത്. അപ്പൊ അതില് ഇപ്പൊ നമ്മളെ സിനിമ കണ്ട് ഈ ലോകം മുഴുവൻ രക്ഷപ്പെടുമെന്നും അവർക്കും അറിയില്ല, ഇല്ലാന്ന് അവർക്കും അറിയാം, നമുക്കും അറിയാം. പക്ഷെ ഒരാളങ്ങനെ ചിന്തിക്കരുത് എന്നാണ് പറയുന്നത്. എനിക്ക് സെൻസർ ബോർഡിൽ നിന്ന് ഫസ്റ്റ് മുംബൈ പോയപ്പോൾ അവരെന്നോട് ചോദിച്ചത്, ഇവർ ഈ നായകനെ ലവ് ജിഹാദ് പെടുത്തി അകത്തിടാനെങ്കിൽ ഈ സിനിമ സുന്ദരമായത്. അപ്പൊ അവരുദ്ദേശിക്കുന്നത് ഒരു സമുദായം, അല്ലെങ്കിൽ ഏത് സമുദായം, ഒരു സമുദായത്തിനെ ഞാൻ പറയുന്നില്ല, എല്ലാ സമുദായം നേരിട്ടുകൊണ്ടിരിക്കുന്ന. നമ്മൾ മുന്നിൽ നിൽക്കുന്നവരിൽ ആദ്യം കിട്ടുള്ളൂ, ബാക്കിൽ നിന്നവർക്ക് ഇവന് കിട്ടിയതിനു ശേഷം ബാക്കിയുള്ളവന് കിട്ടും. വരിക്ക് നിൽക്കുകയാണല്ലോ, ആദ്യത്തെ ഒരു കിട്ടട്ടെ, അവൻ ഒതുങ്ങിയാലുള്ള രണ്ടാമത്തെ അടുത്ത് ചെല്ലുള്ളൂ. അപ്പോ ഈ ഒരു സമുദായത്തിൽപ്പെട്ടവൻ വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അവർ പറയുന്നത് ക്രൈം ആക്കിയിട്ട് അവനെ അകത്തിടണം. അപ്പൊ സിനിമ സുന്ദരമായിരുന്നു. അത് എവിടെ ക്രൈം ആവുന്നത്? ശരിക്ക് മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യൻ സമുദായത്തിൽ പെൺകുട്ടിയുടെ കല്യാണം കഴിക്കാൻ മതം മാറേണ്ട ആവശ്യമില്ല. അവർക്ക് മതം മാറാതെ തന്നെ കല്യാണം കഴിക്കണം. രണ്ട് വേദത്തിൽ, ഖുർആനിലും ബൈബിളിലും പറയപ്പെടുന്നത് ഈ മതം മാറ്റം അനിവാര്യമല്ല. അപ്പോ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം മതപരിക്കും തീവ്രവാദത്തിനും വേണ്ടി ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോ രണ്ടുപേര് സുന്ദരമായി സ്നേഹിച്ച് പ്രണയിച്ച് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇവിടെ പ്രശ്നം. പകരം ഒരാളെ സ്നേഹിച്ച മതം നോക്കി അവനെ കൊല്ലുക, ജയിലിലടക്കുക, ലവ് ജിഹാദ് പറയുക. ഇപ്പൊ ഒരു ലവ് ജിഹാദ് പേര് വന്നിട്ടുള്ളൂ, വേറെ മതത്തിന് പേരുണ്ട. മുസ്ലിം വേറെ പെൺകുട്ടിയെ കെട്ടി ലവ് ജിഹാദ് അല്ലേ? പിന്നെ വേറെ മതത്തിൽ നിന്ന് മുസ്ലിം പെൺകുട്ടിയെ കെട്ടി എന്ത് പേരുണ്ടോ? അപ്പൊ അതെന്താ പോട്ടെ, ഞാൻ പറയുന്നത് മുസ്ലിം പെൺകുട്ടിക്ക് ഹിന്ദു പയ്യനെ പ്രണയമാണ്, അവൻ നല്ലവനാണ്, ജോലിയുള്ളവനാണ്, നല്ല സ്വഭാവക്കാരൻ, കല്യാണം കഴിക്കട്ടെ. എന്തിനാ മതം മാറുന്നത്? അതാണ് ഇവിടെ ഇവർക്കുള്ള ബുദ്ധിമുട്ട്. അല്ല, അത് ഇപ്പുറത്തെ കമ്മ്യൂണിറ്റിക്ക് പ്രശ്നമുണ്ടായില്ല. അല്ല, അവർക്കും പ്രശ്നമല്ല. അവരെ കൊണ്ട് അതിനകത്ത് അവർ പറയുന്നുണ്ടല്ലോ, ഒരു സീൻ പറയുന്നുണ്ട്, അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നോട്ടെ പ്രശ്നമില്ല, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴാണ് പ്രശ്നം എന്ന് പറയുന്നത്. അവരുടെ മാത്രം പ്രശ്നമല്ല കേട്ടോ, എല്ലാവർക്കും ആൾക്കാർക്കുള്ള പ്രശ്നം. എല്ലാ കമ്മ്യൂണിറ്റിക്കും അവിടുന്ന് ഇങ്ങോട്ട് വരണ ഇഷ്ടമാണ്. ഞങ്ങൾ ഇതിലൊരു സീൻ കാണിച്ചിട്ടുണ്ട്, ഒരു പള്ളി സീൻ. ആര് സിനിമ കണ്ടവർക്ക് അറിയാം. അതിലെങ്ങോട്ട് വരണ രംഗ ഞങ്ങൾ കാണിച്ചു തന്നത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കണ്ടേ. ഇതിൽ ആര് തെറ്റ് ചെയ്തുകൊണ്ട് കാണിച്ചിട്ടുണ്ട്. എല്ലാ മതക്കാർക്കും ഇങ്ങോട്ട് വരണം. ഈ മതക്കാർ ചിന്തിക്കേണ്ട, ദൈവം ഒരിക്കലും ആളെ കൂട്ടിത്തരാൻ ഇതൊരു മറ്റേ ആ മണി ചെയിൻ പരിപാടിയൊന്നുമല്ല. ഒന്നാമത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവർക്കൊക്കെ സൗകര്യം കൊടുക്കണ്ടേ. എന്തോരം പരിപാടി ചെയ്തോ, ഇത്രയും പേര് വരുന്നത് പ്ലാൻ ആക്കിയിട്ടുണ്ടാവും. ഒന്നാമതേ ഇതിൽ ഭയങ്കര സ്ത്രീ വിരുദ്ധത ഉണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മതങ്ങളിലും നമ്മൾ പ്രണയവിവാഹങ്ങളിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, പെൺകുട്ടിയാണ് അവരുടെ വീടും കുടുംബമൊക്കെ വിട്ടു വരുന്നത്. എന്നിട്ട് ഈ പെൺകുട്ടികൾ ആണിൻ്റെ മതത്തിലോട്ട് മാറാൻ നിർബന്ധിക്കപ്പെടുന്ന അവസ്ഥയുണ്ട്. ആ ഒരു സിറ്റുവേഷൻ ഒരുവിധം നിങ്ങൾ മുസ്ലിം പ്രണയത്തിലാണെങ്കിൽ ശരി, വേറെ മതത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണെങ്കിൽ മുസ്ലിമാണ്. അതായത് ആണ് എല്ലാ സൗകര്യത്തോടും കൂടി അവൻ്റെ വീട്ടിൽ അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ഉമ്മയുടെയും അപ്പാടെയും കൂടെ ജീവിക്കുമ്പോഴും പെണ്ണ് അവളുടെ വിശ്വാസവും വീടും എല്ലാം വിട്ടു മാറേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അത് മാറണം എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമയുടെ ഏറ്റവും വലിയ പൊളിറ്റിക്സ്. അത് വേറെ കാര്യമുണ്ട്. അങ്ങനെ മാറി ഈ വീട്ടിൽ വന്നാൽ പോലും ഭർത്താവിന്റെ വീട്ടുകാർ ഉറങ്ങി, ഭർത്താവ് ഉറങ്ങി എന്ന് കരുതി കഴിഞ്ഞാൽ ബാഗിൻ്റെ നിന്ന് കൃഷ്ണനെയും കുരിശും അല്ലെങ്കിൽ നിസ്കരിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. അതായത് അവരെ ഉപബോധ മനസ്സ് ചെറുപ്പത്തിൽ പഠിപ്പിച്ച് ആ ഒരു രീതിയിൽ തന്നെ എപ്പോഴും വിശ്വസിക്കുന്നത്. പക്ഷെ നമ്മൾ സ്നേഹിച്ച പുരുഷന് വേണ്ടിയിട്ടും
അല്ലെങ്കിൽ സ്നേഹിക്കപ്പെട്ടതിന് വേണ്ടിയിട്ടും ഒരു കപടമായിട്ടുള്ള മതമാറ്റം മാത്രമേ നടക്കുന്നുള്ളൂ. 90% മതം മാറിയവരും യഥാർത്ഥ വിശ്വാസത്തിലും ആധാർ കാർഡിൽ പോലും പേരും മാറ്റിയിട്ടില്ല. അവര് ആ മത സംഘടന കൊടുത്ത പേര് നോർമലായിട്ട് സ്വീകരിക്കും. ഉള്ളിൻ്റെ ഉള്ളിലും രേഖകളിലും അവർ പഴയ പേര് തന്നെ ആയിരിക്കും. 90% പേര് ചെക്ക് ചെയ്തു. അപ്പൊ അങ്ങനത്തെ ഒരു കാപട്യം നിറഞ്ഞ സ്നേഹം, ആ കാപട്യത്തിന് വേണ്ടിയിട്ടുള്ള കൊലപാതകവും ജയിലിലടക്കലും കേസും ഒരു സമുദായത്തിന് മൊത്തം കുറ്റപ്പറച്ചിൽ എന്തിന്? ഈ സമുദായം കുറ്റം കേൾക്കുന്ന പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതവും മനസ്സിലാക്കണം, അവര് സ്വീകരിക്കരുത്. മൊത്തം കണ്ടന്റ് നിലപാട് എന്ന് പറഞ്ഞ സോങ്ങിലുണ്ട്. എന്താണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്? ജാതിയും മതവും എല്ലാം വിട്ടിട്ട് നമ്മൾ ഒന്നിക്കുക എന്ന് പറയുന്ന അത് നന്ദഗോപൻ ഏറ്റവും ഭംഗിയായിട്ട് നമ്മളോട് എത്തിച്ചിട്ടുണ്ട്. ആ സോങ്ങിൻ്റെ വരികൾ കട്ട് ചെയ്യണമെന്ന് വരെ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾക്ക് പറയാനുള്ളതെല്ലാം നമ്മൾ സിനിമയിലൂടെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്കുള്ള ക്ലാരിഫിക്കേഷൻ നമ്മൾ തന്നിട്ടുണ്ട്. വേറെ എന്തെങ്കിലും നമുക്ക് വൈകിപ്പിക്കുന്നതിന് മുമ്പ് ചോദിക്കാനുണ്ടെങ്കിൽ അതുകൊണ്ടാവാം. ഈ സിനിമ കുറെ കാലം മുമ്പ് അനൗൺസ് ചെയ്തപ്പോൾ നാമക്ഷക്കായിരുന്നു ഡയറക്റ്റ് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് മാറിയത്? ഇല്ല, അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നാദർഷകർക്ക് വേറൊരു പടം വന്നതൊക്കെ. പിന്നെ നമ്മൾ അന്ന് പ്ലാൻ ചെയ്തത് കുറച്ചുകൂടെ ഒരു പക്ക ഹ്യൂമർ പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ഒരുപാട് മാറി റഫീഖും ഞാൻ കൂടെ ഈ സബ്ജക്റ്റ് ഇരുന്ന് പ്ലാൻ ചെയ്തപ്പോൾ ആ ബേസിക് കഥയാണ് എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ നിന്ന് സിനിമയുടെ രൂപം ഒരുപാട് മാറിയിട്ടുണ്ട്. പിന്നെ അന്ന് പുള്ളിക്ക് വേറൊരു പടം പെട്ടെന്ന് കയറി വന്നതുകൊണ്ട് പിന്നെ അങ്ങനെ പറ്റാതെ പോയതാണ്. ചോദിച്ചിട്ടുണ്ട് ആരാണ് ഹിന്ദു എന്ന് ചോദിച്ചിട്ടുണ്ട്. സക്കാത്ത് കൊടുത്താൽ മാത്രമേ മുസ്ലിമാനാകൂ എന്ന് ചോദിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ നാടേക്ക് സത്യക്രിസ്ത്യാനി ചോദിച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ. പക്ഷെ ഇപ്പൊ വരുമ്പോഴാണെങ്കിൽ ചില പേരുകൾ കട്ട് ചെയ്യണം. ഇല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമയിൽ പറഞ്ഞ പോലെ തന്നെ മുസ്ലിമിന്റെ ബൈക്കിൽ ഹിന്ദു കയറിയതുകൊണ്ട് ആ സീൻ കട്ട് ചെയ്യണം. അങ്ങനെയൊക്കെ വരുമ്പോ ആർക്കൊക്കെയോ വേണ്ടി മാത്രമായിട്ട് സിനിമയെ വളച്ചൊടിക്കുക, അല്ലെങ്കിൽ അവരുടെ ചിന്തകൾക്ക് വേണ്ടി മാത്രമായിട്ട് മാറ്റുന്ന ഒരു ഭയം വരുന്നുണ്ട്. കാരണം ചേട്ടാ ഒരുപാട് വർഷം ഈ കൂട്ടത്തിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള കാര്യമാണ് പ്രായം കൊണ്ടല്ലേ എക്സ്പീരിയൻസ്. എടാ അതിനല്ലേ സെൻസർ ബോർഡും മാധ്യമങ്ങളൊക്കെ അതിനോട് നമ്മളോടൊപ്പമുള്ള അനുകൂലമായ നിലപാടെടുത്തുകൊണ്ടല്ലേ ഈ സിനിമ പുറത്തിറങ്ങിയത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൽ ഒരു പരിധി കൂടുതൽ ആർക്ക് കൈവയ്ക്കാൻ പറ്റില്ല എന്നുള്ളൊരു നിലപാടുള്ളതുകൊണ്ടല്ലേ ഈ സിനിമ ഇന്നലെ പുറത്തിറങ്ങാൻ കാരണം. അതിന് അനുകൂലമായിട്ട് നമ്മൾ ജുഡീഷ്യറി എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഇവിടെ ഉണ്ട്. അപ്പോൾ ജഡ്ജിമാരുണ്ട്. അപ്പോൾ അവിടെയും ജസ്റ്റിസ് നമുക്ക് അനുകൂലമായതുകൊണ്ടാണ് ഇപ്പൊ അവരൊക്കെ കണ്ടതല്ലേ, ഹൈക്കോർട്ടിലുള്ള ജഡ്ജസ് ഉൾപ്പെടെ കണ്ടിട്ടാണ് ഇതിന് അനുകൂലമായ നിലപാടെടുത്തത്. അപ്പോൾ എനിക്കൊന്നും ഇതിന്റെ ചോദ്യത്തിനുള്ള ഉത്തരമായി തോന്നുന്നുണ്ട്. നായികയോടുള്ള ചോദ്യമാണ് സിനിമയെ കുറിച്ചാണ്. നായികയോട് അല്ല നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഏറ്റവും റൊമാൻറ്റിക്. I got to know that I was going to work with Shane. I started watching his films. And that's when I realized that I think one of his superpower on screen is playing that lover boy. And this is also my first love story actually. So I was very thrilled to take up Hal in the first place, but obviously language was a big problem. But I'm here today, so you can tell that I was really interested in the script and I was really keen on working with Shane. And it was it will be an understatement if I say that it was a good experience. It was more than good. I got to learn so much from him as an artist, and not just from him, from the entire team of Hal. Actually, I was inside the circle. I was seeing Nandu make music and even Shane discuss the scenes and come up with some improv. And that is the first time I was live in the making of a scene, and this has been a really, really beautiful learning curve for me as an artist as well.